ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഡെലിവറിയിൽ നടന്ന കുറേ കാര്യങ്ങൾ, ഞാൻ പറയാത്ത കുറേ കാര്യങ്ങളാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാനാണെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയൊക്കെ ഞാൻ നമ്മുടെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ന്യൂമോണിയ വന്നിട്ട് എൻ്റെ ലങ്സും കിഡ്നിയും എല്ലാം ഇൻഫെക്ഷനായി, ഞാൻ ഹോസ്പിറ്റലിലായി, പിന്നെ ഞാൻ ഡിസ്ചാർജായി. അതിനുശേഷം ഞാനങ്ങ് സെറ്റായി വരികയായിരുന്നു. ആ ഒരു സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റുമോ എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ പ്രഗ്നൻ്റ് ആയി. ആ പ്രഗ്നൻ്റ് ആയിട്ട് നമുക്ക് പീരിയഡ്സ് കുറച്ച് ഡിലേ ആവും. ചില ആൾക്കാർക്ക് ഡിലേ ആവുന്നുണ്ട്, എനിക്ക് അങ്ങനെ ആവാറില്ല കേട്ടോ. പക്ഷേ ആ ഒരു സമയത്ത് ഡിലേ ആയി. പിന്നെ ആ ഒരു സമയത്ത് എനിക്ക് എൻ്റെ ഉമ്മ നാട്ടിൽ നിന്ന് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ ഞാൻ അത്രയും വലിയ കെയർ ആക്കിയില്ല. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാം. കാരണം കുറച്ച് ചില ആൾക്കാർക്ക് ഡിലേ ആവുന്നുണ്ട്, പക്ഷേ എനിക്കങ്ങനെ ആവാറില്ല. എങ്കിലും ഞാൻ പറഞ്ഞില്ലേ, പീരിയഡ്സ് ഡിലേ ആയപ്പോൾ ഞാൻ അത്ര വലിയ കാര്യമാക്കിയില്ല. എന്തെങ്കിലും ക്ലൈമറ്റ് ചേഞ്ചസിൻ്റെ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചു. പിന്നെ അങ്ങനെ എന്ത് ചെയ്തു, ഉമ്മ ഇവിടെ നിന്ന് പോയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇക്കാനോട് നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇക്കാനോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല, പ്രഗ്നൻസി കിറ്റ് കിട്ടുമല്ലോ. അങ്ങനെ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോഴേക്കും അതിനകത്ത് 2 ലൈൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ കൺഫേം ചെയ്തു പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. പക്ഷേ എനിക്ക് പ്രസവിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളൊരു ഡോക്ടറിനോട് സംസാരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ഞാൻ ഈ ഒരു ന്യൂമോണിയ വന്നതിന് ശേഷം നമ്മുടെ ലങ്സ് കപ്പാസിറ്റി അറിയാലോ, അതെന്തായാലും കുറഞ്ഞു കാണും. നമുക്ക് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. നമ്മളിങ്ങനെ എന്താ പറയുക, കുറേ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റെയർ കേസൊക്കെ കയറി കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ കുറച്ചൊരു ബുദ്ധിമുട്ട് എനിക്ക് ഇടയ്ക്ക് വരാറുണ്ട്. ഞാനത് കാര്യമാക്കിയിട്ടുമില്ല. കാരണം അത് എക്സസൈസ് കാര്യങ്ങൾ, ബ്രീത്തിങ് എക്സസൈസൊക്കെ ചെയ്തിട്ട് ഞാനങ്ങ് സെറ്റാക്കി എടുക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങ് പേടി തോന്നി. പേടി മീൻസ് വേറൊരു കാര്യം കൂടിയുണ്ട് അതിനിടയിൽ നടന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും ഞാൻ എൻ്റെ ലങ്സും കിഡ്നിയും എല്ലാം ഞാൻ ചെക്ക് ചെയ്യുമായിരുന്നു. പോയിട്ട് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, ഇടയ്ക്ക് എനിക്ക് ഒരു ചെസ്റ്റിൽ ഒരു പെയിന്, പെട്ടെന്ന് അങ്ങനെ ഒരു പെയിന് വന്നു. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, അൾട്രാസൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആണ്. എനിക്ക് പ്രഗ്നൻ്റ് ആണെന്ന് അറിയില്ല. കാരണം പീരിയഡ്സ് കുറച്ച് ഡിലേ ആയതാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അങ്ങനെ എല്ലാ മാസവും ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനിത് എന്ത് ചെയ്തു, എല്ലാം സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം അങ്ങ് ചെയ്യും. ബോഡി പാർട്സ്, ഓരോ പാർട്സും അങ്ങ് എല്ലാം ഓക്കെ ആണെന്ന് അങ്ങ് ചെക്ക് ചെയ്ത് നോക്കും. എനിക്ക് ആ മുമ്പൊരു അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വന്നതിന് ശേഷം എനിക്ക് പിന്നെ പേടിയാണ്, എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, പ്രഗ്നൻ്റ് ആയപ്പോൾ പെട്ടെന്ന് എനിക്ക് അങ്ങൊരു ടെൻഷൻ തോന്നി. കാരണം അൾട്രാസൗണ്ട് ചെയ്യാൻ പാടില്ല പ്രഗ്നൻസി ടൈമിൽ, നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അത് ഒന്നുകിൽ അബോർഷനായി പോവും, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, ഞാനിത് സ്കാൻ ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ ഡോക്ടറുമായിട്ട് സംസാരിച്ചു. ഡോക്ടറോട് പറഞ്ഞു പിന്നെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞില്ലായിരുന്നു, ഇടയ്ക്ക് ഇങ്ങനെ ഡിലേ ആയതാണെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതിനിടയിൽ പോയിട്ട് ഇങ്ങനെ എല്ലാം ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, അതിൻ്റെ കൂടെ അൾട്രാസൗണ്ടും ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ആദ്യത്തെ ഈ ഒരു ഫസ്റ്റ് മാസം ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡോക്ടർ അത് തന്നെ പറഞ്ഞു, ഒരു പക്ഷേ ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ വൈറ്റമിൻ ടാബ്ലറ്റ്സ് കാര്യങ്ങളൊന്നും തരുന്നില്ല. ഒന്നുകിൽ ഇതൊരു പക്ഷേ പോവും, നമുക്കപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. നമ്മളത് പിടിച്ചു നിർത്താൻ നോക്കണ്ട, അത് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴെനിക്കൊരു ഭയങ്കര വിഷമം തോന്നി. കാരണം പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് അത് പിന്നെ പോവാന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമല്ലേ. അങ്ങനെ ഞാനാകെ ടെൻസ്ഡായി. വീട്ടിൽ വന്ന് എനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം. നമുക്കങ്ങനെ സ്ത്രീകളാകുമ്പോൾ അങ്ങനെ പെട്ടെന്നൊരു ദേഷ്യം വരും. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു, ആ ഡോക്ടർ എന്താ അങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഡോക്ടറെ അങ്ങ് കുറ്റം പറഞ്ഞു. ഡോക്ടർ നല്ല രീതിയിലാണ് നമ്മളോട് പറഞ്ഞു തന്നത്. പക്ഷെ അന്ന് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു തീരെ കെയർ ചെയ്തില്ല. പക്ഷേ ഡോക്ടർ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് അവരങ്ങനെ പറഞ്ഞത്. എന്തെങ്കിലും വൈകല്യങ്ങളുള്ള കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അപ്പോൾ അത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. നമ്മളതിനെ എന്താ പറയുക, വൈറ്റമിൻ കാര്യങ്ങളൊന്നും കഴിച്ച് നിർത്തണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ അൽഹംദുലില്ലാ എന്ത് ചെയ്തു, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും വന്നില്ല. പ്രഗ്നൻസി ഒക്കെ ഓക്കെയാണ്, ഛർദിയില്ല, കാര്യങ്ങളില്ല. ഉണ്ടെങ്കിലും അത് എന്നെ വലിയ കുഴപ്പത്തിലൊന്നും ആക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന ജോലികളെല്ലാം ഞാൻ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു കുഴപ്പമില്ല, ബ്രീത്തിങ് ഡിഫിക്കൽട്ട് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെ മാസങ്ങളങ്ങ് പോയി. മാസങ്ങൾ പോയിട്ട് എനിക്ക് തോന്നുന്നു 7ാമത്തെ മാസത്തിലാന്ന് തോന്നുന്നു എനിക്ക് നമ്മൾ ഈ ഷുഗർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട്.
പക്ഷേ പ്രഗ്നൻസി ടൈം ആകുമ്പോൾ നമുക്ക് എന്തായാലും ഷുഗർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് മുമ്പത്തെ പ്രഗ്നൻസിയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ എനിക്കാണെങ്കിൽ പിന്നെ 7ാം മാസത്തിൽ ഷുഗർ കാണുന്നുണ്ട്, അത്യാവശ്യം നല്ല ഷുഗറാണ്. അപ്പോൾ അങ്ങനെ എന്നോട് ഡോക്ടർ പറഞ്ഞു ഇൻസുലിൻ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് എന്താ പറയുക എല്ലാം കൺട്രോൾ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാം കൺട്രോൾ ചെയ്ത്, ഫുഡ് കൺട്രോൾ ചെയ്ത്, എല്ലാ കാര്യങ്ങളും, ഫുഡ് ഞാൻ അങ്ങനെ കഴിക്കാറുമില്ല, പക്ഷേ എല്ലാം അങ്ങ് കൺട്രോൾ ചെയ്ത് ഒരു ചാർട്ടൊക്കെ തന്ന് അതങ്ങ് സെറ്റ് ചെയ്ത് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഷുഗർ ഓക്കെയാണ്, നോർമലാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞേ. പിന്നെ വീണ്ടും പിറ്റത്തെ മാസം ചെക്ക് ചെയ്യുമ്പോഴേക്കും അത്യാവശ്യം നല്ല ഷുഗർ കാണുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മളങ്ങ് പേടിപ്പിക്കുകയാണ് കേട്ടോ. ഇവിടെ അങ്ങനെ പേടിപ്പിക്കാറുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഭയങ്കര പ്രശ്നമാണ്, കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് എന്നോട് പറഞ്ഞ ഇൻറ്റേർണൽ മെഡിസിൻ്റെ ഡോക്ടറാണ് കേട്ടോ. നമ്മൾ ഈ ഷുഗർ വന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസി ടൈമിൽ നേരെ ഇവർ വിടുന്നത് ഇൻറ്റേർണൽ മെഡിസിൻ്റെ അടുത്താണ്. ഇങ്ങനെ കേട്ടപ്പോൾ തന്നെ എനിക്കങ്ങ് വീണ്ടും ദേഷ്യം. കാരണം ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയോട് അങ്ങനെ ആരും പറയില്ല. കാരണം നമ്മൾ ഫുൾ ടൈം ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. അതാണ്, നമുക്ക് എന്ത് കേട്ട് കഴിഞ്ഞാലും ടെൻഷനായിരിക്കും. അപ്പോൾ എനിക്ക് ഓൾറെഡി ടെൻഷൻ ഉണ്ട്, ഈ ഡെലിവറി എങ്ങനെയായിരിക്കും നടക്കുക എന്നുള്ളൊരു ടെൻഷൻ വേറെയുണ്ട്. അപ്പോൾ പിന്നെ ഉറക്കക്കുറവ്, എനിക്ക് തീരെ ഉറക്കമില്ല ആ സമയത്ത്. ഇതൊക്കെ ചിന്തിച്ചിട്ട് ഉറക്കം വരുന്നില്ല. അപ്പോൾ ഞാൻ ഇക്കാനോട് നമുക്കിനി വേണ്ട, ഈ ഡോക്ടർ വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ മാറ്റി പിടിച്ചു കേട്ടോ. ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, പെട്ടെന്ന് മെഡിയോറിലോട്ട് പോയി. നല്ല ഹോസ്പിറ്റലാണ്, നല്ല ഡോക്ടേഴ്സാണ് കേട്ടോ. മെഡിയോറിൽ പോയിട്ട് ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ ഡോക്ടറെല്ലാം സില്ലി ആയിട്ട് കണ്ടു. ഡോക്ടർ നിഹാൽ ഹാരിസ്, അത് നല്ല ഡോക്ടർ കേട്ടോ. അപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞു പിന്നെ പേടിക്കൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല, നമുക്കതെല്ലാം സെറ്റ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ധൈര്യം അല്ലേ. ഷുഗറിനെ ഒന്നും വലിയൊരു സീരിയസ് ആക്കിയൊന്നും എടുത്തില്ല. കാരണം കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ഹാർട്ട് ബീറ്റ് ഓക്കെയാണ്. അപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിൽ അങ്ങ് വിട്ടു. അപ്പോൾ എനിക്കൊരു സമാധാനമായി, എനിക്ക് പറ്റിയൊരു ഡോക്ടറെ കിട്ടി എന്നുള്ളൊരു സമാധാനം എനിക്കായി. അങ്ങനെ എന്താ പറയുക, 7 മാസം കഴിഞ്ഞു, 8 മാസമായി. 8 മാസം 10 ദിവസം ആകുമ്പോൾ തന്നെ എനിക്ക് ചില മാറ്റങ്ങൾ തോന്നി. കാരണം ഡെലിവറി അടുത്തു എന്നുള്ളൊരു ഡൗട്ട്. ആ ഒരു സമയത്താണെങ്കിൽ മോൾക്ക് എക്സാമാണ്. എക്സാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, കൊല്ലപ്പരീക്ഷയാണ്. അപ്പോൾ കൊല്ലപ്പരീക്ഷ ആകുമ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് ഈ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് മോള് പഠിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാനിങ്ങനെ എന്താ പറയുക, ഈ ഒരു വയറും വെച്ചുകൊണ്ട് ആളെ സ്കൂളിൽ പിക്ക് ചെയ്യാൻ പോകുന്നുണ്ട്, അതുമാത്രമല്ല പിന്നെ ആൾക്ക് പഠിപ്പിക്കുന്നുണ്ട്, ബാക്കിയുള്ള ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓവർ ടെൻഷൻ ഞാനിങ്ങനെ അടിക്കുന്നുണ്ട്. എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഡെലിവറി ആയിക്കഴിഞ്ഞാൽ എൻ്റെ മോൾ എന്താവും അല്ലെങ്കിൽ മോൻ എന്താവും, ഇങ്ങനെ ഞാൻ ചിന്തിച്ച് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാസം കംപ്ലീറ്റ് ആവാതെ 8 മാസം 15 ദിവസം ആകുമ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് രാവിലെ പെയിൻ വന്നു. പെയിൻ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പുള്ള കാര്യങ്ങൾ പറയാം. നോമ്പാണ് വരുന്നത് കേട്ടോ. ഡെലിവറിയുടെ പിറ്റേ ദിവസമാണ് നോമ്പ് വരുന്നതെന്ന്. അപ്പോൾ ഞാനാണെങ്കിൽ നോമ്പാകുമ്പോൾ നമ്മുടെ വീടൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ തന്നെ വൃത്തികേടായി കിടക്കുകയാണ്. കാരണം ഈ പ്രഗ്നൻസി ടൈമൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ വിചാരിച്ച കാര്യങ്ങളങ്ങ് നടക്കുന്നില്ല. ആ നടക്കാതിരിക്കുമ്പോൾ നമുക്കങ്ങ് ദേഷ്യം വരും. മെയിനായിട്ട് വൃത്തിയും ക്ലീനിങ്ങും കാര്യങ്ങളാണ്. നമ്മുടെ വീട് ഒരു വൃത്തിയില്ലാതിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനക്കേടാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇക്കാനോട് പറഞ്ഞു ആരെങ്കിലും വിളിച്ചൊന്ന് ക്ലീൻ ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരിക്കലും എടുക്കുന്ന ഒരു വ്യക്തിയോ അല്ല, ഇതുവരെ എടുത്തിട്ടുമില്ല. പക്ഷെ അന്നത്തെ ഒരു സാഹചര്യം ഞാൻ വിചാരിച്ചു, പെട്ടെന്ന് എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ആൾക്കാർ വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ ചിന്തിച്ചിട്ട് ചിക്കാനോട് പറഞ്ഞു ആരെങ്കിലും ഒന്ന് ഹെൽപ്പിന് കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഇക്ക പറഞ്ഞു അതൊന്നും നീ ചിന്തിക്കണ്ട, അതൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞേ. മൂപ്പരെ വിശ്വസിച്ചെങ്കിൽ ഞാനിരുന്ന്. പക്ഷെ മൂപ്പരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയായിരുന്നു. പിന്നെയാണെങ്കിൽ പിറ്റേ ദിവസം നോമ്പ്. എനിക്കാണെങ്കിൽ ടെൻഷൻ, അടുക്കള അതൊക്കെ കാണുമ്പോൾ എനിക്ക് ആകെ തലവേദന. ഞാനങ്ങ് റെഡിയായിട്ട് ക്ലീൻ ചെയ്യാനങ്ങ് ഇറങ്ങി കേട്ടോ. എനിക്ക് പിന്നെ വേറെ ഓപ്ഷനില്ല. മക്കളാണെങ്കിൽ ചെറിയ മക്കളല്ലേ, ഇവരോട് എന്ത് പറയാനാണ്. ഞാനങ്ങ് ഫുള്ളങ്ങ് കബോർഡും മറ്റേത് കിച്ചണും ഷെൽഫും എല്ലാം അങ്ങ് ഉരച്ച് തേച്ച് കഴുകി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് എനിക്ക് പണി കിട്ടിയത്. കാരണം നമ്മൾ കുറച്ച് റെസ്റ്റ് നിൽക്കേണ്ട സമയമായിരുന്നു. ഞാനിത് കുത്തിരിക്കലും എണീക്കലും ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യാൻ നമുക്ക് പോലും അറിയില്ല. അങ്ങനെ അങ്ങ് തിരക്കിലങ്ങ് എല്ലാ പണികളും അങ്ങ് എടുത്തു. അപ്പം തന്നെ പെയിന് അങ്ങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷെ ഞാനതും ഇവരോട് ഇക്കാനോടൊക്കെയുള്ള ദേഷ്യത്തിൽ ഞാനൊന്നും ഇവരോട് പറഞ്ഞില്ല. ഞാനങ്ങ് എല്ലാം എടുത്തു കഴിഞ്ഞെല്ലാം ക്ലീൻ ആയപ്പോൾ എനിക്കൊരു സമാധാനം. ഞാൻ പറഞ്ഞു ഇക്കാനോട് എന്തെങ്കിലും ഒരു പണി കിട്ടും എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇക്ക പറഞ്ഞു നീ എന്തിനാ എടുക്കാൻ പോയി, ഞാൻ ഹെൽപ്പ് ചെയ്തേനെ. ഞാൻ പറഞ്ഞു ഇനി എപ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ ഒരാളോട് പറഞ്ഞ് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുമ്പോഴും വ്യത്യാസമുണ്ട്. ഇവരോട് പറയുവാണെങ്കിൽ അവർ ആ സമയത്ത് ചെയ്യുമില്ലല്ലോ. പിന്നെ ആണുങ്ങളല്ലേ, അവരുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. മൂപ്പര് എന്നോട് പറഞ്ഞതാണ് ഞാൻ ചെയ്യാൻ, നീ ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും ഞാൻ തന്നെ ചെയ്തു.
അങ്ങനെ ഇക്ക എന്ത് ചെയ്തു, അന്ന് രാത്രി അങ്ങ് കഴിഞ്ഞു. രാത്രി തന്നെ വയറിൻ്റെ സൈഡിലൊക്കെ പെയിൻ അങ്ങ് സ്റ്റാർട്ടായി. മോൾക്കാണെങ്കിൽ എക്സാമുണ്ട്. അല്ല, അന്ന് എക്സാമില്ല, ഇതൊരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ. ശനിയാഴ്ചയാണ് ജോലിയൊക്കെ ചെയ്തത്, ഞായറാഴ്ചയാണ് ഞാൻ പ്രസവിക്കുന്നത്. മാർച്ച് 10, 2024 മാർച്ച് 10 ഞാൻ പ്രസവിക്കുന്നത്. പിറ്റേ ദിവസം മാർച്ച് 11 നോമ്പ് വരുന്നത്. അങ്ങനെ ഇക്ക രാവിലെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ച്, ഞാനാണെങ്കിൽ ഡെയിലി പത്തിരിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഈ ഒരു സിറ്റുവേഷൻ ആയിട്ട് പോലും ഡെയിലി ഫുഡ് ഉണ്ടാക്കും. എനിക്ക് നിർബന്ധമാണ് വീട്ടിലെ ഫുഡ് തന്നെ കഴിക്കണം എന്നുള്ള. അത്യാവശ്യം വയ്യാമെങ്കിൽ മാത്രമേ പുറത്തുനിന്ന് കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ രാവിലെ പത്തിരിയൊക്കെ ഉണ്ടാക്കി എല്ലാം ഇക്ക കഴിച്ച് ഇക്ക അങ്ങ് പോയി, ഡ്യൂട്ടിക്ക് പോയി. ഞാനും മക്കളും ഉണ്ടായിരുന്നു ഇവിടെ. മക്കളാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൽ ലീവാണ്, അന്ന് ലീവാണ്, എക്സാം ആയതുകൊണ്ടും പിന്നെ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഞായറാഴ്ചയാണ്, അപ്പോൾ ലീവായിരുന്നു. തിങ്കളാഴ്ചയാണ് മോൾക്ക് എക്സാം ഉള്ളത്. അങ്ങനെ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് വാട്ടർ അങ്ങ് ബ്രേക്കായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോലിയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഈ കുഞ്ഞ് വയറ്റിൽ വെച്ച് തന്നെ മോഷൻ പോയി. എനിക്കിതറിഞ്ഞില്ല. ഇത് ബ്രേക്ക് ആകുമ്പോൾ അങ്ങ് കളറങ്ങ് മാറി. കളർ ചേഞ്ചസ് ആണെങ്കിൽ ഒരു ബ്ലാക്ക് കളറിലൊക്കെ ആയിരുന്നു ആ ഒരു വാട്ടർ ബ്രേക്കായിട്ട് വന്നത്. എനിക്കാണെങ്കിൽ ഞാനിത് എന്ത് ചെയ്യും, ഇതാരോട് പറയും, എനിക്കൊരു ഓപ്ഷനും ഇല്ല. കാരണം ഇവിടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ഓരോ സൈഡിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതൊന്നും ഇക്കാക്ക് അറിയില്ല, അതെവിടെയാണെന്നൊന്നും അറിയില്ല. അപ്പം ഞാനാണെങ്കിൽ എനിക്കാകെ ടെൻഷൻ. എനിക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇതൊക്കെ സാധനങ്ങൾ എടുക്കണ്ടേ. ഞാൻ ആദ്യം ഇക്കാനെ വിളിച്ച് പറഞ്ഞു എനിക്ക് വയ്യ, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞേ. ഡെലിവറിയോട് അടുത്തിരിക്കുകയാണ്, മക്കളുടെ അടുത്ത് എനിക്കിത് നിൽക്കാനും വയ്യ. എൻ്റെ ഒരു സിറ്റുവേഷൻ അത് ഞാനത് ആരോട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമോ എന്നൊന്നും എനിക്കറിയില്ല. മോളുണ്ട്, അപ്പോൾ അവരൊന്നും കാണാനും പാടില്ല. അങ്ങനെ ഞാൻ പിന്നെ ഇക്കാനോട് പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞു നീ ഒന്നും ചെയ്യണ്ട, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് 10 മിനിറ്റിനുള്ളിൽ വീട്ടിലോട്ട് എത്തി. പക്ഷെ ഞാൻ അങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷന്. എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല നമ്മുടെ ആ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡെലിവറി പെട്ടെന്നാവും, അല്ലെങ്കിൽ ഞാനിനി മുമ്പോട്ട് പോകും, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരാൻ തുടങ്ങി. കാരണം ബ്രീത്തിങ് ഡിഫിക്കൽട്ട് അങ്ങ് കൂടി ആ സമയത്ത്. ഞങ്ങളാണെങ്കിൽ ഡോക്ടറോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ആദ്യം ഇങ്ങനെ വയ്യാത്ത ഒരാളായിരുന്നു, എനിക്ക് പെട്ടെന്ന് വയ്യാതായ ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഡോക്ടറോട് ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. ഒരുപക്ഷെ എൻ്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടറിന് അറിയായിരിക്കും. ഇവിടെ അങ്ങനെയാണ്, നമ്മളുടെ എല്ലാം നമുക്ക് എന്താണ് ഇഷ്യൂസ് ഉണ്ടായിരിക്കുന്നത് അതൊക്കെ അങ്ങ് വരും നമ്മുടെ അങ്ങ് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് ഡോക്ടർ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളിതൊന്നും, ഞാൻ വയ്യാതായി കിടപ്പിലായതൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ലായിരുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു ഓപ്ഷനും ഇല്ല. പിന്നെ ഒക്കെ വന്നിട്ട് ഞാൻ പറഞ്ഞ ഓരോ സാധനങ്ങൾ കാണിച്ചു, കുഞ്ഞിൻ്റെ ബേബീസിൻ്റെ സാധനങ്ങളൊക്കെ കാണിച്ചെല്ലാം മിക്ക പാക്ക് ചെയ്തു. പിന്നെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, കാരണം ഈ വാട്ടർ ബ്രേക്ക് ആവുന്നുണ്ട്. ഇത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഡൗട്ട് അവസാനം ഞാൻ വീട്ടിൽ തന്നെ പ്രസവിക്കുമോ എന്നുള്ളത്. ഞാനിക്കാനോട് ഒന്നും നോക്കണ്ട, പെട്ടെന്നങ്ങ് പോകാമെന്ന് പറഞ്ഞ് വേഗം പർദ്ദയിട്ട് ഇവരെൻ്റെ കയ്യും പിടിച്ച് അങ്ങനെ ഞാനങ്ങ് പോയി കേട്ടോ. വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ എനിക്കങ്ങ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടെൻഷൻ എനിക്കിപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം വണ്ടീനകത്ത് പ്രസവിക്കുമോ എന്നുള്ളത്. കാരണം ഇങ്ങനെ പുഷ് ചെയ്യാൻ നമുക്കിങ്ങനെ തോന്നുകയാണ്, വണ്ടിയിൽ നിന്നൊക്കെ ഇങ്ങനെ പുഷ് ചെയ്യാൻ തോന്നുകയാണ്. അങ്ങനെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലെത്തിയിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇറങ്ങുമ്പോഴും എനിക്ക് പേടിയായി. ഈ വാട്ടർ കാണൊക്കെ താഴെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആൾക്കാർ കാണൂലേ, സെക്യൂരിറ്റി, ഡ്രൈവർ, കാര്യങ്ങൾ, ബസ്, അത് ഇതൊക്കെ. പിന്നെ ഹോസ്പിറ്റലിലെ ആംബുലൻസിൻ്റെ ഡ്രൈവേഴ്സ് എല്ലാവരും ഉണ്ടാവുമല്ലോ. ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മുമ്പോട്ട് എങ്ങനെ നടക്കും, ഇതൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഇക്ക എന്നോട് പറഞ്ഞു നീ നടക്കണ്ട, ഞാൻ വീൽ ചെയർ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇക്ക വീൽ ചെയർ കൊണ്ടുവന്ന് എന്നെ അതിനകത്ത് ഇരുത്തി. അത് ഒന്ന് ചിന്തിക്കണം കേട്ടോ, ഞായറാഴ്ചയാണ്, ഡോക്ടറൊന്നുമില്ല, ഞായറാഴ്ച ലീവല്ലേ, അന്ന് ഡോക്ടറില്ല. അങ്ങനെ എന്നെ നേരെ കൊണ്ടുപോയി ലേബർ റൂമിലോട്ട്. പെയിൻ ഉണ്ടെങ്കിൽ ലേബർ റൂമിലോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടറും അതേപോലെ നേഴ്സുമാരാണ്. ഇവർ പറഞ്ഞു ഇതായിട്ടൊന്നുമില്ല, സമയം എടുക്കും എന്നൊക്കെ പറഞ്ഞേ. അങ്ങനെ പിന്നെ പറഞ്ഞു നമ്മളങ്ങ് പേടിപ്പിച്ചു, ഒരുപക്ഷെ ഡെലിവറി ആയില്ലെങ്കിൽ സിസേറിയൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാനിക്കാനോട് കുഴപ്പമൊന്നുമില്ല, സിസേറിയനെങ്കിൽ എത്രയും പെട്ടെന്ന് നടക്കുവാണെങ്കിൽ അത്രയും നല്ലത്. എനിക്ക് സിസേറിയൻ ബെറ്റർ ആണെന്ന് തോന്നി. കാരണം നമ്മൾ ഈ ഡെലിവറി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുകയാണ്, അത്ര വലിയ പെയിൻ സഹിക്കേണ്ടല്ലോ എന്നൊരു തോന്നലാണ് കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ എന്നോട് ഒരു നേഴ്സ് വന്ന് പറഞ്ഞു പിന്നെ പെയിൻ ഇല്ലാതെയും നമുക്ക് പ്രസവിക്കാൻ പറ്റും, പിന്നെ അതൊരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പക്ഷെ കുറച്ച് എക്സ്പെൻസീവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, കാരണം പെയിനൊക്കെ സഹിച്ച് തന്നെ പ്രസവിക്കുന്നതാണ് നല്ലത്, പെയിൻ ഓൾറെഡി എനിക്കുണ്ട്, അപ്പോൾ സമയമൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞേ. പിന്നെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു ഇത് ഓൾറെഡി കുഞ്ഞങ്ങ് എത്തിയിരിക്കുകയാണ്, ഇപ്പോൾ ഡെലിവറി നടക്കുന്നു, പെട്ടെന്നാണ് കേട്ടോ. അതിന് കുറച്ച് മുമ്പ് പറഞ്ഞു ശ്വാസം കിട്ടിയില്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് സിസേറിയൻ ചെയ്യേണ്ടി വരും, കുഞ്ഞിന് ശ്വാസം കിട്ടിയില്ലെങ്കിൽ. കുഞ്ഞ് ഓൾറെഡി മോഷൻ വയറിനകത്ത് തന്നെ പോയിട്ടുണ്ട്, അപ്പോൾ അങ്ങനെ കുറച്ച് റിസ്ക് ആണ്, കുഞ്ഞിന് ബ്രീത്തിങ് ഡിഫിക്കൽട്ട് വരും എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയെങ്കിലും ഡെലിവറി ആക്കി എടുക്കണം. പക്ഷേ ഡോക്ടർ വന്നിട്ടില്ല ആ സമയം വരെ. ഡോക്ടർ ഞാൻ പറഞ്ഞില്ല ലീവാണ്, ഡോക്ടറെ പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. അങ്ങനെ അവസാനം പറഞ്ഞു ഇപ്പം നടക്കുന്നു. പിന്നെ പെട്ടെന്ന് നമുക്കിങ്ങനെ പുഷ് ചെയ്യാൻ തോന്നുകയാണ്. ഞാനാണെങ്കിൽ ഡെലിവറിക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടി ഇക്കാനെയും കൂടെ നിർത്തിയിട്ടുണ്ട്.
പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു സപ്പോർട്ടിന് ഇക്ക ഉണ്ടെങ്കിൽ ഒരു നല്ലതാണ് എന്നുള്ള രീതിയിലാണ് ഇക്കാനെ നിർത്തിയത്. ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം ഡെലിവറിക്ക് നിർബന്ധമാണ് ഭർത്താവ് കൂടെ നിൽക്കണം എന്നുള്ളത്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കാണുമ്പോഴും നമ്മളോടൊക്കെ കുറച്ച് റെസ്പെക്റ്റൊക്കെ കൂടിയെങ്കിലും അങ്ങനെയൊക്കെയുള്ള ചിന്തയിലാണ് നിർത്തിയത് കേട്ടോ. അങ്ങനെ അവസാനം നല്ല പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് എനിക്ക് ഡൗട്ട്, ഞാനിനി മുമ്പോട്ട് പോകും, പഠിച്ചോൻ എൻ്റെ മക്കൾ ആര് നോക്കും, നമ്മളിതൊക്കെ അങ്ങ് ചിന്തിക്കാൻ തുടങ്ങിയേ. ഈ പെയിൻ്റെ ഇടയിൽ എൻ്റെ ചിന്ത പോകുന്നത് മക്കളുടെയും ഇക്കയുടെയും കാര്യമാണ്. ഇക്കയുടെ പിന്നെ കുഴപ്പമില്ല, അവരെന്തെങ്കിലും പിന്നീട് ചെയ്യുന്നറിയാം. മക്കൾക്ക് ഉമ്മ ഇല്ലാതായി കഴിഞ്ഞാൽ അതൊരു വിഷമമല്ലേ. അതുപോലെ തന്നെ ഈ ഡെലിവറി ആവുന്ന കുഞ്ഞിനും ഉമ്മയില്ലെങ്കിൽ അതൊരു വിഷമമല്ലേ. അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞു, എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇവിടെ തീരുമെന്ന് പറഞ്ഞു. കാരണം എൻ്റെ 2 ഡെലിവറിയിലും എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഭയങ്കര കോംപ്ലിക്കേഷനായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇക്ക എന്നോട് പറയുകയാണ്, ഇതൊക്കെ വെരി സിമ്പിളല്ലേ, ഇതിന് നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ, നിനക്കിതൊക്കെ വളരെ ചെറിയൊരു കാര്യമാണ്. ഞാനാണെങ്കിൽ ഈ ടെൻഷനും പെയിനൊക്കെ സഹിക്കുന്നതിൻ്റെ ഇടയിൽ മൂപ്പരുടെ ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം അങ്ങ് കൂടി കേട്ടോ. കാരണം മൂപ്പര് ഞാനങ്ങ് ടെൻഷൻ അടിക്കണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ 10 മിനിറ്റ് 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാനങ്ങ് പ്രസവിച്ചു കേട്ടോ. അങ്ങനെ ഡെലിവറി അങ്ങ് നടന്നു കേട്ടോ. സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടർ വരുന്നതിന് മുമ്പ് തന്നെ ഡെലിവറി അങ്ങ് നടന്നു. അപ്പോൾ ആ ഡെലിവറി കഴിഞ്ഞ സമയത്താണ് ഡോക്ടർ എത്തുന്നത്. അപ്പോൾ ഡ്യൂട്ടി ഡോക്ടറാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. നേഴ്സുമാർ നല്ല സപ്പോർട്ടീവായിരുന്നു. പിന്നെ നമ്മളെ നാട്ടിലെ പോലെ തന്നെ പുഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും ഇരിക്കുന്നില്ല. നമുക്ക് പുഷ് ചെയ്യാൻ തോന്നുമ്പോൾ നമ്മളങ്ങ് ഓട്ടോമാറ്റിക്കലി പുഷ് ചെയ്യും. കാരണം അതങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഡെലിവറി കഴിഞ്ഞു. പിന്നെ ആ സമയത്ത് ഡോക്ടർ വന്നു. ഡോക്ടർ പറഞ്ഞ് കുറേ ഇതായല്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഡോക്ടർ വന്നിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്തു. അല്ലാതെ ഡോക്ടർ കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാൻ നിന്നില്ല. കാരണം എല്ലാം എനിക്ക് ഈസി ആയതുപോലെ അവർക്കും തോന്നി. അങ്ങനെ പിന്നെ കുഞ്ഞിൻ്റെ വെയിറ്റൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുഞ്ഞും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അതല്ല, അതിനേക്കാളും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പൊരു ഹോസ്പിറ്റലിൽ പോയിരുന്നല്ലോ, അവരെന്നോട് പറഞ്ഞതാണ് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉള്ള കുഞ്ഞായിരിക്കും എന്നൊക്കെ. പക്ഷെ അൽഹംദുലില്ലാ, കാരണം ഈ ഒരു സ്കാനിങ്ങും എക്സ്റേ ഒക്കെ ചെയ്തത് കൊണ്ട് അവരങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ലാതൊരു കുഞ്ഞിനെയാണ് നമുക്ക് മാഷാ അല്ലാഹ് പഠിച്ചോൻ തന്നത്. അതിന് നമുക്ക് അള്ളാഹിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു. ആൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു, ആൾ ഓക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് യെല്ലോ കളർ ഉണ്ടായിരുന്നു. അങ്ങനെ മറ്റേ ലൈറ്റൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസം, ഒരു 4 ദിവസമൊക്കെ വെക്കേണ്ടി വന്നു. 4-5 ദിവസം അങ്ങനെ ലൈറ്റ് ഇട്ടിട്ട് വെക്കേണ്ടി വന്നിരുന്നു യെല്ലോ കളർ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, അന്ന് ഒരുപക്ഷെ ആ ഒരു സമയത്ത് ഇക്ക വീട്ടിൽ നിന്ന് തന്നെ പ്രസവിച്ചോട്ടെ. കാരണം ആ ഹോസ്പിറ്റലിൽ എത്തില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ വീട്ടിലങ്ങ് ആക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ മരിച്ചേനെന്ന് ഞാൻ അന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് ഒരു ഡോക്ടേഴ്സിൻ്റെ സപ്പോർട്ട് വേണം എന്തായാലും. ഡോക്ടറാണെങ്കിൽ നഴ്സുമാരെയൊക്കെ സപ്പോർട്ട് വേണം. അവർ തരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഈ ഒരു കാര്യം ഞാൻ പറയാൻ കാരണം, ഞാൻ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഈ ഡെലിവറിയുടെയും അതേപോലെ ഈ അസ്മ എന്ന് പറഞ്ഞ സഹോദരിക്ക് സംഭവിച്ച കാര്യങ്ങളില്ലേ, അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തോന്നി എൻ്റെ ഡെലിവറി സ്റ്റോറി ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ലാസ്റ്റ് മൂമെൻ്റ് ആയിട്ടും എത്തില്ല എന്നുള്ളതായിട്ടും കൂടി ഇക്ക എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. കാരണം ഇക്കൊക്കെ ഹോസ്പിറ്റലിൽ വിശ്വാസം. പഠിച്ചോൻ കഴിഞ്ഞാൽ നമുക്ക് അള്ള കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ എൻ്റെ കുറേ അങ്ങനെ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അൽഹംദുലില്ലാ അങ്ങനെയാണ് എൻ്റെ ഡെലിവറി നടന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ന്യൂമോണിയ വന്ന് ലിങ്സും കിഡ്നിയൊക്കെ ഇൻഫെക്ഷൻ ആയ ഒരു വ്യക്തിയാണ് അന്ന്. ഞാനാണ് പ്രസവിച്ചത്. ഇപ്പോൾ അൽഹംദുലില്ലാ കുഞ്ഞിന് 1 വയസ്സ് കഴിഞ്ഞു. 1 വയസ്സും 1 മാസവും ആയിട്ടോ. ആൾ പെർഫെക്റ്റാണ്, ഓക്കെയാണ്, ആക്റ്റീവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. എൻ്റെ ഡെലിവറി സ്റ്റോറി ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ അങ്ങ് സൂപ്പറാണ്. നാട്ടിലെ പോലെയല്ല, നല്ല ഡോക്ടേഴ്സ് ആണെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചു. അങ്ങനെ നമുക്കൊരു കുഞ്ഞിനെയും കൂടി കിട്ടി അൽഹംദുലില്ലാ. അപ്പോൾ ഈ ഒരു സ്റ്റോറിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടും ഞാൻ നോർമലായിട്ട് തന്നെ നമ്മൾ പ്രസവിച്ചു. നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, പടച്ചോൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അതാണ് എൻ്റെ ഒരു ലൈഫിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലോട് ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ഒരു സ്റ്റോറി അറിയാൻ വേണ്ടി കുറേ ആൾക്കാർ കുറേ കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ കൂടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു ഉദാഹരണമാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ, ഡെലിവറിക്ക് ശേഷം കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടെ ഡെലിവറി കെയറിങ്ങും കാര്യങ്ങളും അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.